ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോർജ് ആൻ്റണി. ഞാൻ കഴിഞ്ഞ ദിവസം നരിവേട്ട മൂവിയാണ് കണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ട് എനിക്ക് റിവ്യൂ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനലിലും ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു റിവ്യൂ ഇടണമെന്ന്. പക്ഷേ കുറച്ച് തിരക്കായിപ്പോയി ഈ ദിവസങ്ങളിൽ. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ നരിവേട്ട മൂവി 2003 മുത്തങ്ങയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ച് കാണും അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ചിലവർക്ക് എന്താണ് മൂവി കണ്ട് ഇഷ്ടപ്പെട്ടാലും അത് ഈ ഒരു സബ്ജക്റ്റല്ല, ഏത് സബ്ജക്റ്റ് കണ്ടാലും അത് രാഷ്ട്രീയവൽക്കരിച്ച് അല്ലെങ്കിൽ മതപരമായിട്ട് ചിന്തിച്ച് ഒരു സിനിമയായിട്ട് കാണാൻ ഇപ്പോഴും പലർക്കും അറിയില്ല എന്ന് വേണം അതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാവരും റോളുകൾ ഭംഗിയായിട്ട് അവരത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ തോന്നിയത് എന്താണ്, ടോവിനോക്ക് വേറൊരു രീതിയിലുള്ള റോളാണ് ചെയ്തേക്കുന്നത്. എപ്പോഴും നമ്മൾ കാണുന്ന രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സുരാജേട്ടൻ്റെ റോള് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടറിൽ പ്രതീക്ഷിക്കില്ല. അതുപോലെ മിക്കവരും തന്നെ. പിന്നെ ആദിവാസിയായിട്ട് അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, എൻ്റെ ഒരു മുടിയൻ, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, സോറി കേട്ടോ, അദ്ദേഹം വീഡിയോ ആണെങ്കിൽ സോറി, പെട്ടെന്ന് ഞാൻ സെർച്ച് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആളും ആ ഒരു ആളുടെ കൂടെ എപ്പോഴൊരു ഡോഗ് ഉണ്ടാവും, പട്ടി ഉണ്ടാവും. അത് തമ്മിലുള്ള ആ ഒരു ബന്ധവും അവർ തമ്മിലുള്ള റോളുകളൊക്കെ നല്ല ഭംഗിയായിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വൽ സൈഡാണെങ്കിലും നമ്മുടെ അതിൻ്റെ ഡയറക്ടർ അനുരാജ് മനോഹർ നല്ല ഭംഗിയായിട്ട് മൂവി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സിനിമയാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അത് ബിസിനസ് പരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. ഇത് പുറത്തേക്ക് വിട്ടാൽ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് അറിയാമല്ലോ. എന്താണ് പറയുക, ഈ ഒരാൾ രക്ഷപ്പെടാൻ കഴിയുമ്പോൾ എറിഞ്ഞു കൊടുക്കാനേ നോക്കണം, അല്ലെങ്കിൽ നല്ലതിന് സപ്പോർട്ടില്ല ഈ രാജ്യത്ത്. കൂടുതലും ചീത്ത കാര്യങ്ങൾ ആൾക്കാർക്ക് മതി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ വീഡിയോ. ഞാൻ പറഞ്ഞാൽ ചെയ്യാറില്ല, എനിക്ക് തോന്നണം നല്ലതാണെന്ന് തോന്നുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ലതായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ പറഞ്ഞാൽ എന്താണ്, ഇങ്ങനത്തെ ഒരു സാധനം കൈ കിട്ടുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആ റിസ്ക് എടുത്തതിന് അതിൻ്റെ പ്രൊഡ്യൂസറോടും, പ്രൊഡ്യൂസറാണ് മെയിനായിട്ട് എന്നാലും ഡയറക്ടർ അതിൻ്റെ ആ ക്രൂവിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ഒരു പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ അത് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് ആ ഒരു കാശ് എറിയുമ്പോൾ ഇങ്ങനൊരു പടം നമുക്ക് കാണാൻ സാധിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് കണക്കുണ്ടല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. അത് നമ്മുടെയും കൂടി ആയിട്ടൊന്ന് കാണാനും ശ്രമിക്കണം. ഇത് കണ്ട് മനസ്സിലാക്കി വെറുതെ ഒരു സിനിമയായിട്ട് കണ്ടിട്ട് പോരാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതാണെങ്കിൽ അത് അതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങൾ, ഒരു സിനിമയിൽ നല്ല ചീത്തയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടത്ത് നടക്കണം. നമുക്ക് നമ്മളെ ബാധിക്കണം അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കണം. അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു മൂവി അങ്ങനെ ഇറക്കിയതിൽ എന്തായാലും വളരെ സന്തോഷം. ഒരിക്കൽ കൂടി അതിൻ്റെ പ്രൊഡ്യൂസറിന് ഈ റിസ്ക് ഒക്കെ എടുത്ത് ചെയ്തതിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ എന്താണ് അതിൻ്റെ മ്യൂസിക്, ജെക്സ് ബിജോയ് അത് നല്ല അടിപൊളിയായിട്ട് മ്യൂസിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പാട്ട് അതൊക്കെ നല്ല സൂപ്പർ, നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററിൽ പോയിരുന്ന് കേൾക്കുമ്പോൾ. അതുപോലെ ഈ ട്രൈബൽ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മ്യൂസിക് അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തത് കൊണ്ടുപോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നത്. അതിൻ്റെ BGM എല്ലാം കൊണ്ടുപോകുന്നത് നല്ല, അതും അടിപൊളിയായിട്ട് ചെയ്തു അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരു എന്താണ് പറയുക, പലരും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തപ്പോൾ പറയാം ഫസ്റ്റ് ഇത്തിരി ലാഗൊക്കെ വന്ന് അല്ലെങ്കിൽ ആ ഒരു ഫീൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് എൻ്റെ ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ടോവിനോടൊരു ക്യാരക്ടറാണെങ്കിലും ടോവിനോ പിന്നീട് അത് പോലീസിലേക്ക് വന്നെ അല്ലെങ്കിൽ അങ്ങോട്ട് എത്തണ ആ ഒരു രീതി, അതുവരേക്കും ഒരു നാട്ടിൻ പ്രദേശമൊക്കെ കാണിച്ച് വേറെ എന്തോ ഒരു സ്റ്റോറി കൊണ്ടുപോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോവിനോ വേറൊരു ക്യാരക്ടറായിട്ട് നിൽക്ക് പിന്നീട് വേറൊരു കഥയിലേക്ക് വേണ്ടി സെക്കൻഡ് ഹാഫിൽ. പക്ഷേ അതെനിക്ക് തോന്നുന്നത് എന്താണ് പറയുക, എനിക്ക് പിന്നീട് അല്ലെങ്കിൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ആദിവാസികളുടെ ഭാഗത്ത് ആയതുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് പോലീസുകാർ ഈ രണ്ട് ഗ്യാങ് ഉണ്ടല്ലോ, ഈ രണ്ട് ഗ്യാങ്ങിൻ്റെ എന്ന് വെച്ചാൽ ഈ പോലീസ് ഓഫീസേഴ്സിലും ഇതുപോലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നല്ലതും ചീത്തപരമായിട്ട് കുറേ ക്യാരക്ടേഴ്സ് അത് ഇപ്പം നമ്മുടെ റിയൽ ലൈഫിലുണ്ടല്ലോ. ആ പറഞ്ഞാൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അവരും ഇതിൻ്റെ അകത്ത് ഒരു ഭാഗമാകണേന് അല്ലെങ്കിൽ അവരുടെയും കുടുംബത്തിന് നഷ്ടം തന്നെ. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥ ഞാൻ പറയണില്ല, കാണുക. അപ്പോൾ അതൊക്കെ അവരൊക്കെ നഷ്ടം തന്നെയാണല്ലോ. അവരുടെ കുടുംബത്തിൽ നഷ്ടം വരുന്നുണ്ട്, അപ്പുറത്തും നഷ്ടം വരുന്നുണ്ട്. പിന്നെന്താണ് ആദിവാസികളുടെ നേതാവായിട്ട് ആര്യ അല്ലേ, പുള്ളിക്കാരി ചെയ്തിരിക്കുന്ന റോള് അടിപൊളി മനോഹരമായിട്ട് തന്നെ ചെയ്തു. അത് കിടലായിട്ട് പെർഫോം ചെയ്തെന്ന് വേണം പറയണതിനൊക്കെ. അതുപോലെ ചേരൻ്റെ റോള് അത് ഭയങ്കര ഭംഗിയായിട്ട് മനോഹരമാക്കി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു തോന്നിയത് ക്ലൈമാക്സിൽ നമ്മളെപ്പോഴൊരു പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും നായകനായിട്ട് കാണണം അല്ലെങ്കിൽ
എന്താ പറയുക, അങ്ങനൊരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് ശരിക്കും അവർ റിയൽ ലൈഫായിട്ട് അല്ലെങ്കിൽ അതുപോലെ കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് അപ്പുറത്ത് ഇപ്പോൾ കുറ്റം ചെയ്തവരുടെ കയ്യിൽ വിലം കണിയിക്കുന്നതോ അല്ലെങ്കിൽ അവരെ തടങ്കൽ അല്ലെങ്കിൽ ജയിലിലിടുന്നതോ ആയിട്ടുള്ളൊരു സാധനം അങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ടില്ല. അപ്പോൾ അതും ചിലപ്പോൾ ഒരു ഇതായിട്ടുള്ള സസ്പെൻസ് ആയിരിക്കാം അത്. കാരണം ഒരു റിയൽ സ്റ്റോറി ആകുമ്പോൾ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം, ആണ് നായകനായിട്ട് കൊണ്ടുവരാണ്ട് അങ്ങനെ നിർത്തിയേക്കണം. കാരണം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കഥയായിട്ട് ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ കാണിച്ചേക്കണമായിരിക്കണം. എന്തായാലും പടം അടിപൊളി കേട്ടോ, എല്ലാവരും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം നമ്മുടെ ലോകത്ത് ഇതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് സെയിം ആണെന്നായിരിക്കില്ല, പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ബാധിക്കാത്ത ഒന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടിയിരിക്കരുത്. എപ്പോഴും നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് ഇതുപോലുള്ള ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അതിൽ ക്രൂവിൽ വർക്ക് ചെയ്ത എല്ലാവരും കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നത്. കാരണം എല്ലാം എന്താണ്, ഒരു ഹീറോയിസം കാണിക്കുന്നൊരു പടം തന്നെ ആയി ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണം, ഒരു ലോകത്തുള്ള എന്ത് സാധനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് കേട്ടോ എൻ്റെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഓക്കെ? അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.